ശരീഅത്തുൽ ഇസ്ലാം സ്ത്രീകൾ പള്ളികളിൽ പോകാൻ കറാഹത്തോട് കൂടിയെങ്കിലും അനുവദിക്കപ്പെടാൻ നിശ്ചിത ഷർത്തുകളൊക്കെ ഒത്താൽ കറാഹത്തോട് കൂടി ജായിസാണ്. ആ പെണ്ണ് അവളുടെ വീട്ടിൽ നിന്ന് നിസ്കരിച്ചാൽ ഈ ജമാഅത്തിന് പോയതിലേറെ കൂലി കിട്ടും. ഇനി ജമാഅത്തിന് പോയി നിസ്കരിക്കാനുള്ള ഷർത്ത് ഒക്കാത്ത സാഹചര്യമാണെങ്കിലോ പോകൽ ഹറാമാണ്, പോയതിന് കുറ്റം കിട്ടും, നിസ്കാരം സഹിയാകും. എന്ന് പറഞ്ഞാലോ ചുണ്ടങ്ങ കൊടുത്തിട്ട് വൈദ്യങ്ങ വാങ്ങാന്ന് പറയലുണ്ട്. ജമാഅത്ത് പരമാവധി കറാത്ത, അനുവദനീയമായ തന്നെ കറാത്ത, അതിന് ഫളീലത്തൊന്നും കിട്ടൂല, എന്നാലും കേടുണ്ടാവൂല. ഹറാമാണെങ്കിലോ അത് മദീനത്താണെങ്കിലും മക്കത്താണെങ്കിലും പള്ളിയിൽ പോയി ജമാഅത്തിൽ പങ്കെടുക്കുന്നതിന് മുസ്ലിം സ്ത്രീകൾക്ക് യാതൊരു ഫളീലത്തുമില്ല എന്ന കാര്യം ലോകത്ത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്ന എല്ലാ മദ്ഹബിന്റെ ഉലമാ അഭിപ്രായ വ്യത്യാസമില്ലാതെ പറയുന്നുണ്ട്. സൗദി അറേബ്യയിലെ വഹാബി ഉലമാക്കളും രണ്ടഭിപ്രായമില്ലാതെ പറയുന്നുണ്ട്. അങ്ങനെ പറയാൻ കാരണം ഇവിടുത്തെ വഹാബികളായി കളി കളിക്കുന്നത്. ഇന്നും ഈ കൊല്ലം ഒരു കൊല്ലം റമദാനിൽ 2 പ്രാവശ്യം, ആദ്യത്തെ 10ലും ഒടുവിലെ 10ലും 2 പ്രാവശ്യം അവിടുത്തെ ഔദ്യോഗിക 1-ാം ഇമാമ് പെണ്ണുങ്ങളെ ഉത്ബോധനം ചെയ്യാറുണ്ട്. സ്ത്രീകളെ, നിങ്ങൾ വീട്ടിൽ നിസ്കരിച്ചാൽ മതി, നിങ്ങൾ തവാഫിന് വേണ്ടിയേ പള്ളിയിൽ വരേണ്ടതുള്ളൂ, ഫർളോ സുന്നത്തോ ആയ നിസ്കാരത്തിന് വേണ്ടി മസ്ജിദുൽ ഹറാമിൽ നിങ്ങൾ വരേണ്ടതില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ വീടാണ് ഖൈറെന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന എന്നത് മക്കയും മദീനയും ഉൾപ്പെടെ എല്ലായിടത്തും വന്ന മക്കത്തെ പള്ളിയിൽ നിങ്ങൾ തവാഫിന് വന്നോളി. തവാഫ് പള്ളിയിൽ നിന്നല്ലാതെ ചെയ്യാൻ പറ്റൂല, നിസ്കരിക്കൽ നിങ്ങൾക്ക് ഖൈർ നിങ്ങളുടെ വീട്ടിൽ നിന്നാണെന്ന് 2 വട്ടം റമദാനിൽ പറയും. ഹജ്ജ് സീസണിൽ ഒരു കൊല്ലം 3 പ്രാവശ്യം വാലിബിങ്ങൾ പറയണം. അതിൽ ആർക്കും പ്രത്യാസം. പിന്നെ ഇപ്പം നമുക്ക് എന്താ പറയുന്നത്? ഇത്ര പേടി സഹിയാവും, പക്ഷേ ഹറാമായി സഹിയായിട്ട് എന്താ പിന്നെ അതുകൊണ്ടുള്ള കാര്യം? കൂലിയല്ല ഇട്ടുണ്ട്. നിങ്ങൾ ബേജാറാണ്, പെണ്ണുങ്ങളെ നിരാശപ്പെടുത്തരുത്. അവർ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ആഖിറം രക്ഷപ്പെടണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് തന്നെ പോണ്. ആണുങ്ങളെക്കാട്ടിൽ ഇഖ്ലാസ് പെണ്ണുങ്ങൾക്കാ. അതിന് ഈ 1 ലക്ഷം 22 കിലോമീറ്റർ ചുറ്റളവ് വരും.